വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുകയാണോ നിങ്ങൾ? ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വായിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വിദേശത്ത് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാൻ വേണ്ടി ഇത് കാരണമാകും. കാരണം പുറത്തെല്ലാം തന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റ് വളരെ വളരെ എക്സ്പെൻസീവ് ആണ്. പിന്നെ പല കൺട്രീസിലും ഇത് ഇൻഷുറൻസിൽ കവർ ആവുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിലെ തീർച്ചയായിട്ടും ഈ വീഡിയോ ആൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നാണല്ലോ. നമ്പർ 1, പല്ലിൽ ഫുഡ് ഇമ്പാക്ഷൻ ഉണ്ടെങ്കിൽ അഥവാ പല്ലിൽ ഫുഡ് കുടുങ്ങുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ക്യാവിറ്റിയുടെ തുടക്കമാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഫില്ല് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം കാലക്രമേണ പല്ലിൻ്റെ ക്യാവിറ്റി വലുതായിട്ട് ഇത് പെയിനായി മാറാനും ഇത് റൂട്ട് കനാലിലോട്ട് പോകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ UAE ആണെങ്കിലും UK, കാനഡ എന്നുള്ള എല്ലാ രാജ്യത്തും തന്നെ റൂട്ട് കനാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. മിക്ക കൺട്രീസിലും ഇത് ഇൻഷുറൻസിൽ കവർ ആവുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പല്ലിൽ ചെറിയ പോഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത് അടച്ചിട്ട് പോകുന്നതാണ് നിങ്ങളുടെ പോക്കറ്റ് കാര്യമാവാതിരിക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള പോഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ റൂട്ട് കനാൽ ഓൾറെഡി ചെയ്ത പല്ലുണ്ടെങ്കിൽ അതിനെ ക്യാപ്പ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. റൂട്ട് കനാൽ ചെയ്ത പല്ല് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്പ് പേഷ്യൻറ്റിന് റെക്കമെൻഡ് ചെയ്യുന്നത്. ക്യാപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പല്ല് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു പച്ചക്കമ്പ് നമുക്ക് അത്ര ഈസി ആയിട്ട് ഒടിക്കാൻ പറ്റില്ല. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റൽ ടൂത്ത് ഒരു പച്ചക്കമ്പായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. എന്നാൽ റൂട്ട് കനാൽ ചെയ്ത പല്ല് ഒരു ഉണക്കക്കമ്പായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. കാരണം റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് പിന്നെ ജീവനില്ല. അതുകൊണ്ട് തന്നെ പല്ല് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്പ് ഇട്ട് പല്ലിനെ ബലപ്പെടുത്തുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്ത പല്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ വിദേശത്തേക്ക് ഫ്ലൈറ്റ് കയറാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡെന്റൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ പോകുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി കാനഡ, UK പോലുള്ള കൺട്രീസിൽ ചെല്ലുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഈ ഡെന്റൽ ഇൻഫെക്ഷൻസ് ട്രിഗർ ചെയ്യാനും പെയിൻ പെട്ടെന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡെന്റൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്തിട്ട് മാത്രം വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 4, മോണയിൽ നിന്ന് എന്തെങ്കിലും ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മോണയിൽ വീക്കം ഉണ്ടെങ്കിൽ, മോണയിൽ തടുപ്പുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ മോണരോഗത്തിൻ്റെ ലക്ഷണമാവാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് ഇനി മോണയുടെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തതിന് ശേഷം പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മോണരോഗങ്ങൾ പ്രോഗ്രസ് ചെയ്ത് പല്ല് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡയബറ്റീസോ അതുപോലെ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനത്തെ ഹാബിറ്റും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മോണരോഗം പ്രോഗ്രസ് ചെയ്യാനും പല്ല് കൊഴിഞ്ഞു പോകാനുമുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മോണയിൽ നിന്ന് രക്തസ്രാവമോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലിനൊരു ബലക്കുറവ് തോന്നുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡെന്റൽ കൺസൾട്ടേഷൻ വിധേയമാവാതെ ഫ്ലൈറ്റ് കയറാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ, പല്ലിൽ പുളിപ്പുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം പോകാൻ ശ്രദ്ധിക്കുക. സെൻസോഡൈൻ പോലുള്ള ടൂത്ത് പേസ്റ്റുകൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസമേ തരുള്ളൂ. ഇതിൻ്റെ കാരണം അവിടെ ഇരുന്നിട്ട് വലുതായിട്ട് ഒരു ഹയർ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വിസ്ഡം ടൂത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിസ്ഡം ടൂത്ത് നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് പണി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിസ്ഡം ടൂത്തിനെ വിശ്വസിക്കരുത്. ഏത് നിമിഷവും പെയിൻ വരാൻ സാധ്യതയുള്ള ഒരു പല്ലാണ് വിസ്ഡം ടൂത്ത്. 4 വിസ്ഡം ടൂത്താണ് നമുക്ക് സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഉണ്ടാവാറുള്ളത്. എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് വിസ്ഡം ടൂത്ത് മിസ്സിംഗ് ആണ്. ഉള്ള ആൾക്കാരിൽ നല്ലൊരു ശതമാനം പെയിനും ഇൻഫെക്ഷനും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വിസ്ഡം ടൂത്ത് ഉണ്ടെങ്കിൽ ഒരു സേഫർ സൈഡിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് റിമൂവ് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അലൈൻമെൻറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് ഇരിക്കട്ടെ, പല്ലിന് സ്പേസിങ്ങോ അല്ലെങ്കിൽ ക്രൗഡിങ്ങോ അല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും കയറി ഇറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പല്ല് പൊങ്ങലുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അലൈനർ ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുക. എല്ലാ മാസവും വന്ന് ടൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കമ്പി ഇടുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അലൈനറാണ് വിദേശത്ത് പോകുന്ന ആൾക്കാർക്ക്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങളുടെ വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന ആ ഫ്രണ്ടിലെ തീർച്ചയായിട്ടും ഈ വീഡിയോ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നാണല്ലോ. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ദിസ് ഇസ് ഡോക്ടർ സലീം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.